അപ്പൊ രാവിലെ തന്നെ വളരെ കഷ്ടപ്പെട്ട് വാഴയിലേക്ക് ഒപ്പിച്ച് ഇതുപോലെ വാട്ടി പൊതിച്ചോറൊക്കെ കിട്ടി. എങ്ങോട്ടാ യാത്രയെന്ന് വെച്ചാലേ വേറെ എങ്ങോട്ടും അല്ലാട്ടോ ഹോസ്പിറ്റലിലോട്ടാണ്. കുറച്ച് ദിവസമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കഴുത്തിന് ചെറിയൊരു പണി കിട്ടി ട്ടോ. ഇന്നിപ്പം ഞങ്ങളെല്ലാം കൂടാട്ടോ പോകുന്നത്. കാരണം ഞങ്ങക്ക് 2 പേർക്കും ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ വേറൊന്നും ഓർത്തില്ല. ഒരു നൊസ്റ്റാൾജി പൊതിച്ചോറും കെട്ടിയിട്ട് പോവാന്ന് വെച്ചുട്ടോ. നല്ല ചൂടുള്ള കുത്തരി ചോറും, പിന്നെ നാരങ്ങ അച്ചാറ്, പിന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ചമ്മന്തി, പിന്നെ കുറച്ച് പയറ് തോരനുണ്ട് ട്ടോ. പിന്നെ പൊതിച്ചോറിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു മെയിൻ സാധനം കിഴങ്ങ് മെഴുക്കുവരട്ടി. പിന്നെ ഒരു 2 പീസ് ചിക്കൻ ഫ്രൈയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ചിക്കൻ പൊതിച്ചോറ് ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇപ്പൊ എല്ലാം ആയില്ലേ. ഇനിയും പൊതിയ ഡയറക്റ്റ് എടുത്തോണ്ട് പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ഈ ഒരു പൊതിച്ചോറില് എന്റെ ഏറ്റവും ഫേവറേറ്റും നൊസ്റ്റാൾജിക്കും ആയിട്ടുള്ള 2 ഐറ്റം ആണ് ഞാൻ മെയിനായിട്ട് ഇന്ന് ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല ട്ടോ. ആ ഒരു കിഴങ്ങ് മെഴുക്കുവരട്ടി അതുപോലെ തന്നെ സ്പെഷ്യൽ ആൻഡ് ഈസി ചമ്മന്തി. ഈ 2 ഐറ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും എന്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയൊക്കെ സ്പെഷ്യൽ റെസിപ്പിയാട്ടോ. പല ടൈപ്പിലുള്ള കിഴങ്ങ് മെഴുക്കുവരട്ടി അതുപോലെ തന്നെ ചമ്മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ദേ ഈ ഒരു ഐറ്റത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്റെ വായിലുണ്ട് ട്ടോ. ആദ്യം നമുക്ക് കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയാക്കാം ട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കിഴങ്ങാണ് എടുത്തേക്കുന്നത്. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പൊ ഈ ഒരു മെഴുക്കുവരട്ടി റെഡിയാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ വേണം ട്ടോ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട്. ഓരോ ടൈപ്പ് നമ്മൾ ചെയ്യുമ്പളും ഓരോ തരത്തിലായിരിക്കുമല്ലോ. ചിലത് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കും, ചിലത് നീളത്തിലായിരിക്കും, ചിലത് തീരെ ചെറുതായിട്ടായിരിക്കും. പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ നമുക്കൊരു ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ട്ടോ. ഇപ്പൊ കിഴങ്ങ് ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സവോളയാട്ടോ. അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യം വലുപ്പത്തില് സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുത്താ മതി. ഇത് രണ്ടും മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ മെഴുക്കുവരട്ടി റെഡിയാക്കാം. ഞാനിപ്പം മെഴുക്കുവരട്ടി റെഡിയാക്കാനായിട്ട് ഒരു ഇരുമ്പിന്റെ ചീൻചട്ടിയാണ് എടുത്തേക്കുന്നത്. പണ്ടൊക്കെ ഇതിലായിരിക്കുമല്ലോ നമ്മൾ കൂടുതലും വെക്കാറുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1½ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ടേ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം ട്ടോ. അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1½ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നോർമൽ മുളക് പൊടി ചേർത്താലും മതി. അപ്പൊ കുറച്ചൊരു സ്പൈസിയും കൂടെ കിട്ടും. ഇപ്പൊ ഇവിടെ കുഞ്ഞുള്ളതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ സവോള ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റണം. ഈ ഒരു സവോള ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ ആദ്യം ഒന്ന് വഴറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു കിഴങ്ങ് അത് ഞാൻ അരിഞ്ഞിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തായിരുന്നേ. എന്നാൽ അതിൻ്റെ സ്റ്റാർച്ച് കുറച്ച് പോയി കിട്ടും. അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിക്കുക. ഇനി 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ദേ ഇത് കണ്ടില്ലേ ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങുന്നുണ്ടേ. ഒരുപാട് വെള്ളം ചേർക്കല്ല്. ഇത്രയും ക്വാണ്ടിറ്റിയിൽ വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇത് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ബാക്കിയുടെ അവിടെ ഇരുന്ന് വേവട്ടെ. ഈ ഒരു ടൈമിൽ എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചമ്മന്തി റെഡിയാക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു 3 to 4 പിടി തേങ്ങ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക് നല്ലപോലെ ചുട്ടെടുത്താണേ. ഇതൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 1 ഇഞ്ച് സൈസിൽ ഇഞ്ചി, കൂടെ തന്നെ ഒരു തണ്ട് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില. അപ്പൊ ഇത്രയും കൂടെ നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കാം. ഇതിപ്പോ ഒരു റൗണ്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിയും കൂടെ ചേർക്കാം ട്ടോ. വളരെ കുറച്ച് മതി ട്ടോ. അതുകൂടെ ചേർത്ത് അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പൂടെ ഒന്ന് നോക്കുക. ഒരല്പം ഉപ്പിന്റെയും കൂടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഈ ഒരു ഈസി ചമ്മന്തിക്ക്. പിന്നെ ഇതൊന്ന് മാറ്റി വെക്കാം ട്ടോ. നമ്മുടെ കിഴങ്ങ് എന്തായെന്ന് നോക്കാം. നമ്മുടെ കിഴങ്ങ് ഇവിടെ ഓൾമോസ്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ടേ. ഈ ഒരു മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് അങ്ങനെ ക്രിസ്പി ഒന്നും ആവത്തില്ല കേട്ടോ. പക്ഷെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റുമാണ്. അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പം സ്വല്പം കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. നമ്മുടെ കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല. ഒരു 4 മീഡിയം സൈസ് കിഴങ്ങിന് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ചേർത്താൽ മതി കേട്ടോ. നമ്മളിതിൽ ചേർക്കുന്ന മസാലയുടെ ആ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒന്ന് ബാലൻസ് ചെയ്ത് കറക്റ്റ് നിർത്തണം. അപ്പൊ ഇതൂടെ ചേർത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഫൈനലായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കരിവേപ്പിലയും കൂടെ ഞാൻ ഇതിലൊന്ന് പിച്ചിയിട്ട് ചേർക്കുന്നുണ്ട്. ഇതൂടെ ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടോ. എനിക്കിത് കാണുമ്പോൾ ശരിക്കും നൊസ്റ്റാൾജിയ വരും കേട്ടോ. പണ്ട് ടിഫിനിൽ തന്നു വിട്ടിരുന്നതൊക്കെ ഇപ്പോൾ ഓർമ്മ വരും. അപ്പൊ ഇത്രയുള്ള പരിപാടി. ഇനി കുറച്ച് പച്ചമോര് എടുക്കാമെന്ന് വെച്ച്
നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, അതുപോലെ തന്നെ കൊച്ചുള്ളി, പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ചതച്ചാണേ അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇത് ഇളക്കി ഇതിന്റെ കട്ടയൊന്ന് കളഞ്ഞെടുക്കുക. ഇതിന്റെ കട്ടയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഇളക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കുക. ഞാൻ ഒരുപാടങ്ങ് ലൂസാക്കാറില്ല കേട്ടോ. എനിക്ക് ഒത്തിരി അങ്ങ് ലൂസാക്കുന്ന അത്ര ഇഷ്ടമല്ല. ഒരു മീഡിയം ലൂസിലാണ് ഞാൻ എപ്പോഴും ചെയ്തെടുക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി നമ്മൾ പൊതിച്ചോറൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഫൈനലായിട്ട് മോരൂടെ എടുത്താൽ മതി ട്ടോ. ശരിക്കും പൊതിച്ചോറിൻ്റെ കൂടെ എനിക്ക് കാച്ചിയ മോരിനെക്കാട്ടും ഇഷ്ടം ഇതുപോലെ പച്ച മോരാട്ടോ. ഇതാകുമ്പോൾ ലാസ്റ്റിൽ കുറച്ചിങ്ങനെ കുടിക്കുകയും കൂടെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടൂടെ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതുമായി ഇനി എന്താ, ഇനി പാക്ക് ചെയ്തെടുത്തിട്ട് നേരെ പോവാം. ഞങ്ങൾ മെട്രോയ്ക്കാട്ടോ പോയത്. ഇത് ബാംഗ്ലൂർ മജസ്റ്റിക് എന്ന് പറയുന്ന സ്ഥലത്താണ് റെയിൽവേയുടെ ഈ ഒരു മെയിൻ ഹോസ്പിറ്റൽ വരുന്നത്. ഈ ഹോസ്പിറ്റലിന്റെ മെയിൻ എൻട്രൻസിന്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ കുറേ പേരിരുന്ന് ഫുഡ് കഴിക്കാറുണ്ട്. നല്ലപോലെ ഇവര് ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ വേറെയും കുറേ പേരിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. പക്ഷെ ക്യാൻറ്റീനിൽ ഫുഡ് കുറച്ച് ശോകമാണ്. ഒരു വട്ടം പോയി കഴിച്ചു. പക്ഷെ അത്ര സുഖം തോന്നിയില്ല. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. തുറന്നപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന ആട്ടോ ബാംഗ്ലൂരിലെ റെയിൽവേയുടെ മെയിൻ ഹോസ്പിറ്റല്. ഇവിടെ നമുക്കിങ്ങനെ പുറത്തിരുന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കഴിക്കാം കേട്ടോ. അതുകൊണ്ടാണ് ക്യാൻറ്റീനിൽ സ്പേസ് ഉണ്ടായിട്ട് ഞങ്ങൾ അവിടെ പോവാതെ ഇവിടെ തന്നെ കുറ്റിയടിച്ചിരുന്നത്. അപ്പം ഞാൻ ഈ നമ്മുടെ പൊതിച്ചോറ് എൻജോയ് ചെയ്യട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനോടെ മറക്കല്ലേ.